ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു 7-8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഇവിടെ മണാലി, നമ്മുടെ ഡെസ്റ്റിനേഷനായ മണാലിയിൽ ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 5-10 മിനിറ്റ്, ഞാൻ കഴിഞ്ഞ റീലിൽ പറഞ്ഞാൽ നമുക്ക് ഒരു 5-10 മിനിറ്റ് വന്നില്ല. ബസ് ഒരു പർട്ടിക്കുലർ സ്ഥലം വരെ പോവുള്ളൂ. അവിടെ നിന്ന് നമുക്ക് നമ്മൾ പിക്ക് ആൻഡ് ക്യാബ് ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. സോ അവിടെ എത്താൻ ഒരു 5-10 മിനിറ്റോടെ മതി. പോകുന്ന വഴിക്ക് നമ്മൾ റീൽസിലൊക്കെ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് റീൽസിൽ. ആൻഡ് ലൈക്ക് ഏർലി മോർണിംഗ് ആണ്, ബട്ട് തണുപ്പ് ഫീലിംഗ് ഇല്ല. ബസ്സിൻ്റെ അകത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തണുപ്പൊന്നും ഫീലിംഗ് ഇല്ലായിരുന്നു. ഒരു വിരിപ്പങ്ങ് ഇരുന്നതല്ലേ ലൈക്ക് ഡൽഹി തൊട്ട് ഇവിടം വരെ. അപ്പോൾ വലിയ തണുപ്പൊന്നും ഫീലിംഗ് ഇല്ല. നമ്മൾ പേരക്കുറെ എത്തിയിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ കുറേ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ ഫുള്ള് കാണാം, നിലത്തൊക്കെ മഞ്ഞുകെട്ടകളാണ് മൊത്തം കിടക്കണത്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. പിന്നെ പതിയെ ഇറങ്ങുക. നമുക്ക് ലഗേജ് എടുക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് നമുക്കധികം തണുപ്പ് ഫീൽ ചെയ്യില്ല. പുറത്തിറങ്ങിയപ്പോൾ കിടുകിട വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ലൈക്ക് ക്യാപ്പും പിന്നെ നെക്ക് വാർമറും പിന്നെ ഗ്ലൗസും എല്ലാം ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. അതെല്ലാം കുറച്ച് ആ ലഗേജിൻ്റെ അകത്തായിരുന്നു, നമ്മുടെ ഹാൻഡ് ബാഗിലില്ലായിരുന്നു. അതും എടുത്തിട്ടിട്ടുണ്ട് എല്ലാവരും. എനിക്ക് അക്ഷയ് മാത്രം ഇട്ടില്ല, അവൻ മാത്രമേ ഇല്ല. ബാക്കി എല്ലാവരും ഇട്ട് സെറ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കൈയൊക്കെ അത്രയും വിറക്കണ്ടായിരുന്നു ആക്ച്വലി. നമുക്ക് റൂമിലേക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ കാസിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഈ ഗ്ലൗസൊക്കെ ലോ കോസ്റ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ഇത് ഒരു 150 റുപ്പീസേ ഉള്ളൂ. യൂസ്ഫുൾ ആട്ടോ അത് മേടിച്ചു. ആക്ച്വലി നല്ല യൂസ്ഫുള്ളാണത്. 1 ടൈം യൂസേ ഉള്ളൂ, എന്നാലും 150 റുപ്പീസ് ഫീസിബിളാണ്. പിന്നെ അത് എല്ലാവരും മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്യാബിൽ കയറി ഞങ്ങൾ റൂമിലേക്കുള്ള പോക്കാണ്. അപ്പോൾ ഈ ക്യാബിലെ ചേട്ടനാണ് പറഞ്ഞത് 2 ദിവസം മുന്നേ ഇവിടെ സ്നോഫാൾ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ആ ഒരു ബാക്കിയൊക്കെയാണ് നമ്മൾ നിലത്ത് കാണുന്നത്. നല്ല സ്നോഫാൾ ആയിരുന്നു നമ്മൾ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നത്. കുറച്ചുള്ളിലേക്ക് കയറിയാണ് നമ്മുടെ റൂം വരുന്നത്. പിന്നെ മെയിൻ റോട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചെറിയ വഴികളാണ്. പിന്നെ ഈ സ്നോ ഉള്ളത് കൊണ്ട് തന്നെ 2 സൈഡിലും സ്നോ ഇങ്ങനെ കിടക്കണതാണ്. കൂന പോലെയാണ് മൊത്തം കിടക്കണത്. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്റ്റേ. ഇവിടെ ആയിരിക്കും നമ്മൾ 4 ദിവസം താമസിക്കാൻ പോകുന്നത്. ദൂരെ കുറേ മലനിരകളൊക്കെ കാണാം. പിന്നെ ഇതിന് ചുറ്റും ആപ്പിൾ തോട്ടങ്ങളാണ്. ഇതിൽ ഇലയൊന്നുമില്ല, ഫുൾ ആപ്പിൾ തോട്ടമാണ് മൊത്തം. അതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇലയൊന്നും ഇല്ലാത്തതാണ്. പിന്നെ നല്ല അടിപൊളി റൂമായിരുന്നു ആക്ച്വലി. ടോയ്ലറ്റ്സ് ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ഹീറ്റർ ഉണ്ടായിരുന്നു. റൂം സർവീസ് ആണെങ്കിൽ അവർ വിളിച്ചാൽ ഫോണുണ്ട്, ഓൾറെഡി വിളിച്ച് കഴിഞ്ഞാൽ അവർ വിത്തിൻ 1 മിനിറ്റ് അവർ എത്തും. ആൻഡ് കെറ്റിൽ ചായയൊക്കെ ആണെങ്കിൽ കെറ്റിൽ, ഹോട്ട് വാട്ടറിനാണെങ്കിൽ കെറ്റിൽ, അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആക്ച്വലി. നല്ല ഭംഗിയാണ് ആക്ച്വലി. പിന്നെ നല്ല കാറ്റ് പിടിക്കുന്നുണ്ട് അവിടെ നിന്ന്. പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്രഷായി. നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രെഡ്, പുലാവ്, പിന്നെ എഗ്സ്, അങ്ങനെ എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആലു പൊറോട്ട, ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.